TNT rocks. Digimon rocks. TNT rocks. മുത്തശ്ശൻ എവിടേക്കാ? ഞാൻ ഡൽഹിക്കാ. മോനോ? ഞാനും ഡൽഹിക്കാ. ഇല്ലാതെ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഡൽഹിയിൽ എവിടേക്കാന്നാ ഞാൻ ചോദിച്ചത്. ഡൽഹിയിൽ എന്റെ മകളുടെ വീട്ടിൽ പോവുക. മോൻ ഡൽഹിയിൽ എവിടേക്കാ? ഞാനും മകളുടെ വീട്ടിലേക്കാ. എന്ത്? ഈ ചെറുപ്രായത്തിൽ നിനക്ക് മകളോ? അയ്യോ, എന്റെ അല്ല, എന്റെ അമ്മാവന്റെ മകൾ ഡൽഹിയിലുണ്ട്. അമ്മാവന്റെ ആണേലും മകള് മകള് തന്നെയല്ലേ? അത് ശരി, അമ്മാവന്റെ മകള്, അതായത് മുറപ്പെണ്ണ്. വലുതായാൽ നിനക്കവളെ കല്യാണം കഴിക്കാം. അയ്യേ, അവള് മുറപ്പെണ്ണല്ല, മുറം പോലുള്ള പെണ്ണാ. എനിക്ക് വേണ്ട. കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്പടാ, ആരെയാ നീ കണ്ടുവച്ചത്? ദാ ആ വരുന്ന എയർ ഹോസ്റ്റസിനെ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാവല്ലോ. എടാ മോനെ, അവർക്ക് ചുരുങ്ങിയത് ഒരു 25 വയസ്സ് പ്രായം വരും. നിനക്കൊരു 10. അങ്ങനെ വരുമ്പോ 15 വയസ്സിന്റെ വ്യത്യാസം. ഏയ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആദ്യം മാരേജ് നടക്കട്ടെ. ഛേ, അതെങ്ങനെ ശരിയാവും മോനെ? മോനേക്കാളും 15 വയസ്സ് കൂടുതലല്ലേ അവർക്ക്? മുത്തച്ഛനാണെന്ന് പറഞ്ഞിട്ടെന്താ, ഒരു വിവരമില്ല. അതെ മുത്തച്ഛ, അതിനൊരു വഴിയുണ്ട്. ഞാനേ 15 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അപ്പോഴെനിക്ക് 25 വയസ്സാവൂലോ. ഈ മുത്തച്ഛനൊരു മണ്ടൻ തന്നെ. പ്ലീസ് സർദാർ, ഇത് നിങ്ങളുടെ സീറ്റ് അല്ല, മാറിയിരിക്കണം പ്ലീസ്. പ്ലീസ്, ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റാണ്, നിങ്ങൾ മാറിയിരിക്കണം. ഞാൻ ഇവിടെ ഇരിക്കും. എന്താ മാഡം പ്രശ്നം? മോനെ, ഇദ്ദേഹം ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് ഇരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ സീറ്റ് പിൻവശത്താണ്, മുൻഭാഗത്ത് ഇരിക്കാൻ പാടില്ല. സർദാറല്ലേ, അങ്ങനെ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഞാൻ ശരിയാക്കി തരാം. വേണ്ട, ഈ സർദാർ ആളൊരു ദേഷ്യക്കാരനാ. നോ പ്രോബ്ലം. വാവ്, ഇതെങ്ങനെ സാധിച്ചു? മോനെന്താ സർദാർജിയോട് പറഞ്ഞത്? അതൊക്കെ നിസാരം. ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ, ഈ വിമാനത്തിന്റെ മുൻഭാഗം ഡൽഹിയിലേക്ക് പോകില്ല, സിംഗപ്പൂരിലേക്കാണ് പോകുന്നതെന്ന്. പിൻഭാഗമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്. Digimon rocks. TNT rocks.